ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നേരിട്ട് അതിനെ സധൈര്യം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി തൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ ആരാലും അറിയപ്പെടാത്ത ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ഒരു ചെരുപ്പുകുത്തിയായി ജീവിതം ആരംഭിച്ച്, അതായത് ദൈവിക നിയോഗത്തിന് വിധേയനായി ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യയിലെ 46 അധികം ഭാഷകളിലേക്ക് ബൈബിളിൻ്റെ ഭാഗങ്ങളും വിവർത്തനം ചെയ്യുകയും ചെയ്ത ഒരു അസാധാരണ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വില്യം കേറി. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ കഥകൾ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച വേദനാജനകമായിരിക്കുന്ന, കണ്ണുനീരണിയിക്കുന്ന, കരളലിയിപ്പിക്കുന്ന നിരവധി പ്രയാസങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഈ സന്ദേശം നിങ്ങൾക്ക് അതൊരു പ്രയോജനമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ ഭവനത്തിലെ സാമ്പത്തിക പരാധീനത നിമിത്തം അദ്ദേഹം വയലുകളിൽ പണിക്ക് പോകുവാനിടയായി. അതിന് മുമ്പേ തന്നെ കുടുംബത്തിലെ സാമ്പത്തിക പരാധീനത നിമിത്തം അദ്ദേഹത്തിൻ്റെതായ പഠനം ഇടയ്ക്ക് നിർത്തി. അതിനുശേഷമാണ് അദ്ദേഹം വയലിൽ ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നത്. അങ്ങനെ പകൽ മുഴുവനുള്ളതായ ഈ വെയിൽ ശരീരത്തിൽ അടിച്ചിട്ട് അദ്ദേഹത്തിന് മാരകമായിരിക്കും ത്വക്ക് രോഗം ബാധിച്ചു. രാത്രികാലങ്ങളിൽ ഉറക്കവുമില്ലാതെയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ക്ലർക്ക് നിക്കോള് എന്ന് പറയുന്നതായ ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ചെരുപ്പുകുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് വില്യം കേറിയും ചേർന്നു. അങ്ങനെ അവരിരുവരും ചേർന്ന് ചെരുപ്പ് കുത്തി വിൽപ്പന നടത്തി. അങ്ങനെയായിരുന്നു ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആകസ്മികമായ 1779 ഈ ക്ലർക്ക് നിക്കോൾഡ് പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടായി. അദ്ദേഹം മരണപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ മരണം വില്യം കേറിയെ ചെറുതായിട്ടൊന്നും അല്ല വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാനസികമായി വല്ലാതെ വിഷമിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ തൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു നമ്മുടെ കേറി തൻ്റെ ചെരുപ്പുകുത്ത് തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 1781 ഡൊറോത്തി എന്ന് പറയുന്നതായ ഒരു പെൺകുട്ടിയെ വില്യം കേറി വിവാഹം കഴിച്ചു. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ വലിയ സന്തോഷത്തോടെയാണ് ഈ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ആൻ എന്ന് പേരിട്ടു. ഈ കുട്ടിയെ വളരെയധികം ഓമനിച്ചും ലാളിച്ചുമാണ് ഈ ഡൊറോത്തിയും അതുപോലെ തന്നെ വില്യം കേറിയും വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഈ കുട്ടിക്ക് 2 വയസ്സ് ആകുന്നത് തൊട്ട് മുമ്പ് ഈ കുട്ടിക്ക് ഒരു വലിയ പനി ബാധിച്ചു. ഈ പനി മാരകമായി തീർന്നു. അങ്ങനെ ഈ കുഞ്ഞ് മരിച്ചുപോയി. ഈ കുഞ്ഞിൻ്റെ വേർപാട്, ഇതിൻ്റെ മരണം വല്ലാത്ത ദുഃഖത്തിലേക്ക് ഡൊറോത്തിയെയും അതുപോലെ തന്നെ വില്യം കേറിയെയും കൊണ്ടുപോകാനിടയായി. ഇപ്പോൾ വല്ലാത്തൊരു വിഷമസ്ഥിതിയിൽ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ചെരുപ്പുകുത്തി പണി നടത്തുന്നതോടൊപ്പം തന്നെ, ചെരുപ്പുകുത്തലും പരിപാടികളൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ സുവിശേഷ പ്രസംഗത്തിലും കടന്നു പോകുവാനിടയായി തീർന്നു. ഇതിനിടയിൽ ആണ് ഇദ്ദേഹം സുവിശേഷം കേൾക്കുകയും വചനം കേൾക്കുകയും ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ഹൃദയം സമർപ്പിക്കുകയും അല്ലെങ്കിൽ ദൈവിക ദർശനത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തതൊക്കെ ആ സന്ദർഭങ്ങളിലായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 4 കുഞ്ഞുങ്ങളെ കൂടി ദൈവം അവർക്ക് കൊടുത്തു. ലൂസി, ഫെലിക്സ്, വില്യം, പീറ്റർ തുടങ്ങിയതായ 4 മക്കളെ, ഒരു പെൺകുട്ടിയെയും 3 ആൺകുട്ടികളെയും അവർക്ക് ലഭിച്ചു. 1789 മെയ് 7 തീയതി ലിസസ്റ്റർ എന്ന് പറയുന്നതായ പട്ടണത്തിൽ 17,000-ലധികം അംഗസംഖ്യയുള്ളതായ ഒരു സഭയിൽ ഒരു ശുശ്രൂഷകനായിട്ട് വില്യം കേറിയെ നിയമിച്ചു. 1789 മെയ് 7 തീയതി ലിസസ്റ്റർ പട്ടണത്തിൽ 17,000-ലധികം അംഗസംഖ്യയുള്ളതായ ഈ ചർച്ചിലെ ഉത്തരവാദിത്ത ശുശ്രൂഷകനായിട്ട് വില്യം കേറിയെ നിയമിച്ചു. അദ്ദേഹത്തിന് ആ നിയമനം ലഭിച്ചു. വളരെ സന്തോഷകരമായ രീതിയിൽ ഇദ്ദേഹം ഒരു ഗ്രാമീണനായ ഒരു വ്യക്തിയായിരുന്നു വില്യം കേറി.
അതുപോലെ ഒരു ചെരുപ്പൂത്തിയായിരുന്നു. എന്നാൽ പട്ടണത്തിലെ വലിയ സഭയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെയും പിന്നത്തേതിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അതിനുള്ളതായ ശക്തിയും ബലവും എല്ലാം പ്രാപിക്കാൻ ഇടയായി. അതിനിടയിലാണ് രണ്ടാമത്തെ പെൺകുട്ടിയെ ലൂസിക്ക് രോഗം ബാധിച്ചു, പനി ബാധിച്ചു. അങ്ങനെ അത് കഠിനമായി തീർന്നു. ആ പെൺകുട്ടിയും മരിച്ചുപോയി. ഇത് ഇവരുടെ ജീവിതത്തിൽ വലിയ ആഘാതമാണ് സൃഷ്ടിക്കാൻ ഇടയായത്. അതിനുശേഷം അതായത് ഇദ്ദേഹം പ്രസംഗമധ്യേ ഒരു പ്രസ്താവന നടത്തി. അത് ഇപ്രകാരമാണ്: അതായത് ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ഇതായിരുന്നു ആ പ്രസ്താവന. 1793 വില്യം കേറിക്ക് ഭാരതത്തിലേക്ക് ബാപ്റ്റിസ്റ്റ് മിഷണറിയായി പോകുവാനുള്ളതായ നിയോഗം ലഭിച്ചു. അങ്ങനെ ഇദ്ദേഹം തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഭാരതത്തിലേക്ക് പോരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയെങ്കിൽ തന്നെ ഈ 3 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം, ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റാനുള്ളത് കൊണ്ട് ഡൊറോത്തി ഭാരതത്തിലേക്ക് പോരുവാൻ വിസമ്മതിച്ചു. മാത്രമല്ല, തൻ്റെ സ്വന്തം രാജ്യം വിട്ടിട്ട് ഒരു അന്യ രാജ്യം, ഒരു ഹൈന്ദവ രാജ്യത്തിലേക്ക് കടന്നു പോവുക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമകരമായിരുന്നു. പക്ഷെ എങ്കിലും അവൾ പിന്നത്തേതിൽ സമ്മതിച്ച് അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് വരുവാനിടയായി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഭാരതത്തിലേക്ക് വില്യം കേറിയോടൊപ്പം തന്നെ ഡൊറോത്തിയും പോന്നു. അങ്ങനെ ഒരുവിധം എല്ലാ നിലകളിലും മെച്ചപ്പെട്ട് ഇവർ ജീവിതം നയിച്ച് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഇളയ മകൻ പീറ്ററിന് വീണ്ടും, അതായത് മുൻപ് ആ പെൺകുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ തന്നെ പനി ബാധിച്ചു, പനി കലശലായി തീർന്നു. അങ്ങനെ ഈ പീറ്റർ, അതായത് 5 വയസ്സുള്ളതായ തങ്ങളുടെ ഇളയ മകൻ അവിടെ വെച്ച് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ അടക്കാനോ മറ്റൊന്നൊരു കാര്യത്തിലും ആരും സഹകരിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു വിദേശിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശവസംസ്കാരം എന്ന് പറയുന്നത് അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് കൽക്കട്ടയിലുള്ള തദ്ദേശവാസികൾ ആരും തന്നെ ഈ ഇദ്ദേഹത്തെ സഹായിച്ചില്ല. പകരം തൻ്റെ സ്വന്തം മകൻ്റെ മൃതശരീരം താൻ ഒറ്റയ്ക്ക് താനൊരു കുഴിയെടുത്ത് ആ കുഴിയിൽ അടക്കം ചെയ്യാൻ ഇടയായി. ഇതുകൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഡൊറോത്തിയെ സംബന്ധിച്ചിടത്തോളം മാനസിക നില പാടെ തകർന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ അവളായിത്തീർന്നു. ഭ്രാന്തിയെപ്പോലെ വിളിച്ചു പോവാനും ഭ്രാന്തിയെപ്പോലെ പെരുമാറാനും സംസാരിപ്പാനൊക്കെ തുടങ്ങി. ഇത് വില്യം കേറിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടും ഇല്ലാത്ത ഒരു വിഷയത്തിന് കാരണമായി തീർന്നു. കാരണം ഇദ്ദേഹം വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു മിഷണറി ചലഞ്ചായിരുന്നു. അതായത് ഇന്ത്യൻ ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുക എന്നുള്ളതായ ഒരു മഹത്തരമായിരിക്കുന്നതായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വന്ന വ്യക്തിയാണ് അതായത് വില്യം കേറി. അദ്ദേഹം അതിൽ സമർപ്പിതനുമായിരുന്നു. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് കഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൽ താൻ ഉറച്ച് നിൽക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. പ്രതികൂലങ്ങളൊന്നും അദ്ദേഹം പതറാതെ നിന്നു. അങ്ങനെയുമാണ് 1812 മാർച്ച് മാസം 11-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ അച്ചടിശാല അഗ്നിക്കിരയായി. ഓരോ പ്രതികൂലങ്ങളും, ഓരോ പ്രശ്നങ്ങളും, 3 കുഞ്ഞുങ്ങൾ ഒരേപോലെ മരണപ്പെട്ടു പോയി. വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ഭ്രാന്തിയായി. അടുത്തത് അച്ചടിച്ച എല്ലാം സ്വരുക്കൂട്ടി വെച്ചിരുന്നതായ പ്രിന്റിങ്ങിനുള്ളത്, പ്രിന്റ് ചെയ്ത ബൈബിളിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ അതിനുവേണ്ടതായ എല്ലാ സാമഗ്രികൾ, ഇതെല്ലാം കത്തി അമരുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. ഓരോ ദിവസവും ഓരോ വിധത്തുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എന്നാലും അദ്ദേഹം വിട്ടുകൊടുത്തില്ല, അദ്ദേഹം പിന്മാറിയില്ല. ഈ പ്രതികൂലത്തിനെല്ലാം മധ്യത്തിൽ അദ്ദേഹം ഇന്ത്യൻ ഭാഷ പഠിച്ചു. 47 ഭാഷകളിലേക്ക് അദ്ദേഹം ബൈബിൾ വിവർത്തനം ചെയ്തു. 46 ഭാഷകളിലേക്ക് അദ്ദേഹം ബൈബിൾ വിവർത്തനം ചെയ്യാനിടയായി തീർന്നു. അതുപോലെ പൂർണ്ണമായ ബൈബിൾ ഭാഗങ്ങളും 46 ഭാഷകളിലേക്ക് ഇദ്ദേഹം വിവർത്തനം ചെയ്തു. ഇന്നും നമ്മുടെ കയ്യിൽ ഈ ബൈബിൾ ലഭിക്കാനിടയായി തീർന്നത് ആ മനുഷ്യൻ്റെ ത്യാഗോജ്വലമായിരിക്കുന്നതായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇപ്പം ലോകത്തിൽ പലവിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ പ്രതികൂലങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കിയാൽ
എവിടെയും രക്ഷപ്പെടാൻ കഴിയുകയില്ല. പക്ഷേ താൻ പറഞ്ഞത് എങ്ങനെയാണ്? എങ്കിലും ധൈര്യപ്പെടുവീൻ. യെശയ്യാപ്രവചനം 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ആകയാൽ പ്രതികൂലങ്ങൾ ഉണ്ടാകും, പതറിപ്പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. നമ്മൾ ഏറ്റിരിക്കുന്നതായ തൊഴിൽ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് പിന്മാറാനിടയാകരുത്. നിശ്ചയമായും വില്യം കേറിയോടുകൂടെ ഇരുന്ന് പ്രവർത്തിച്ചതായ കർത്താവ് നമ്മോടും കൂടെയുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പലരും ഭാരപ്പെട്ടും നിരാശപ്പെട്ടും പ്രയാസത്തിലുമായിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കർത്താവ് പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രതികൂലങ്ങൾ മാത്രമേ ഉള്ളൂ, നഷ്ടങ്ങളുടെ കഥകൾ മാത്രമേ ഉള്ളൂ, കർത്താവ് നാശത്തിൻ്റെ അവസ്ഥകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ അവരെ ശക്തീകരിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, പൂർവാധികം ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. ലോകാവസാനത്തോളം എല്ലാ നാളും അവർ കൂടെ ഇരിക്കാമെന്ന് കൽപ്പിച്ചവനെ കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ കൂടി ഇരിക്കുമാറാകണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾ ഇന്നുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.